ഹലോ ചങ്കളി, നമുക്ക് ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനിലേക്ക് പോയാലോ. ആദില നാഗവല്ലിയായി മാറുകയാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആദിലയുടെ താണ്ഡവമാണ്. അത് മറ്റാരോടുമല്ല, അനീഷിനോട് മാത്രമാണ് താണ്ഡവം. എന്തൊക്കെയാണ് ആദില ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നതെന്ന് അറിയത്തില്ല. അധികം നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാതിരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. അധികം നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ഇയാളുടെ തരത്തിൽ പോയി കളിക്കണോ? പാത്രം കഴുകി പോയിട്ട് അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നുന്നുണ്ടല്ലോ. നിനക്ക് വരെ തോന്നിയില്ലേ? സ്മാർട്ട്നെസ് നല്ലതാണ്, പക്ഷേ ഓവർ സ്മാർട്ട് ആവരുത്. പാത്രം കഴുകി പോയിട്ട് അതിലേക്ക് ഇപ്പൊ പാത്രം കഴുകാൻ പോവാൻ പറ്റുമോ ഇല്ലേ? ഒരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കല്ലേ. ഇയാള് പോവാൻ നോക്ക്. വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. തമ്പുരാട്ടിയുടെ വീറൊക്കെ ഇവിടത്തെ ഞൊത്ത തമ്പുരാക്കന്മാരോട് കാണിച്ചാൽ മതി, ഇവിടെ ചെലവാവില്ല. കൊച്ചിപ്പോ ഇയാള് പോവാൻ നോക്ക്. ഞാൻ കഴുകി പോകണ്ട്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. മോളെ, നിന്നെ ഒന്നും വീട്ടിലല്ല പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളില്ല. ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ? എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. പൊക്കോളെ ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും? ഭൂമിയോളം അല്ലേ? പിന്നെ ചവിട്ടാണ് തലയിൽ. എങ്ങോട്ട് താഴും? പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല, വെറും മനുഷ്യൻ. ചെക്കന്റെ സ്വഭാവം കേട്ടിടത്തോളം അടിയായിരുന്നു. ഇങ്ങനെ ടൈപ്പാ. വലിയ സമയം പിടിക്കില്ല. ഒന്നിനും പ്രതികരിക്കാത്തതിന് 100-ൽ 100 മാർക്കാ നിനക്ക്. നീ ഗാന്ധിജിയാടാ. താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധി. കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ നിന്നെ പുകച്ച് പുറത്ത് ചാടിച്ചില്ലെങ്കിൽ എന്നെ അപ്പുകുട്ടാന്ന് വിളിച്ചോ? അനീഷ് വന്ന് വെസൽ ടീമിലാണ്. അനീഷും അതിലേക്ക് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അനീഷ് വന്ന് വെസൽ കഴുകാനായിട്ട് പാത്രം കഴുകാനുണ്ട് വന്ന് കഴുകാൻ പറയുന്ന സമയത്ത് ആദില കാണിക്കുന്ന ഒരു താണ്ഡവം. ആവശ്യമില്ലാതെ വെറുതെ ആൾക്കാരെ വെറുപ്പിക്കാനായിട്ട്. എന്തായാലും ആദില ഈ ആഴ്ച പോകുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ ആഴ്ച ആദില എന്തായാലും പോവും. അടുത്ത ആഴ്ച തൊട്ട് ഈ ബഹളം കാണിക്കാൻ ആദില അതിനകത്തുണ്ടാവില്ല. അനീഷിനെ സമ്മതിക്കണം, അനീഷിൻ്റെ ക്ഷമയെ സമ്മതിക്കണം. അനീഷിൻ്റെ ബെഡ്ഷീറ്റ് എടുത്തെറിയുന്നു, തലേനെടുത്ത് പുറത്തിടുന്നു, കിച്ചണിൽ പോയിട്ട് പാത്രങ്ങളെല്ലാം വാരിയെറിയുന്നു, വെള്ളം നമ്മുടെ അനീഷിൻ്റെ ദേഹത്തൊഴിക്കുന്നു. എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ആ പെങ്കൊച്ച് അവിടെ കിടന്നിട്ട്. ഇതിനെയൊന്നും വീട്ടിലല്ല കയറ്റുക, ആ പഞ്ചായത്തിലേക്ക് കയറ്റാൻ പാടില്ല. അത്രയ്ക്ക് വൃത്തികെട്ട സ്വഭാവം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അപ്ഡേഷനുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.